ഹലോ, ഇന്നിപ്പോൾ രാത്രി 9 മണി ആവാറുണ്ട്. ഇപ്പോഴാണ് ഞാൻ വീഡിയോ തുടങ്ങാൻ പ്ലാൻ ചെയ്യണത്. ബിക്കോസ് ഇങ്ങനെയാണ് എൻ്റെ വീടിരിക്കുന്നത്. ഞങ്ങൾ ക്രിസ്മസ് ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അവൻ ഉറങ്ങിയിട്ട് വേണമല്ലോ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ അവനെ ഉറക്കിയിട്ട് ഞങ്ങളിത് ക്രിസ്മസ് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇന്ന് തീരുമെന്നൊന്നും അറിയാൻ പാടില്ല, ബട്ട് ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഒരാളിവിടെ ക്രിസ്മസ് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രീ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞിട്ട് മുമ്പത്തെ കൊല്ലാണ് ഇതിനു മുമ്പ് ട്രീ വെച്ചത്. അപ്പോൾ അതെല്ലാം തുറന്നെടുത്തിട്ട് വേണം ഞങ്ങൾക്ക് ഇനിയെല്ലാം എന്തൊക്കെ കയ്യിലുണ്ടെന്ന് പോലും അറിയാൻ പാടില്ല. കുറേ സാധനങ്ങൾ പുതിയത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം എവിടെ ഇങ്ങനെയൊക്കെ വയ്ക്കാമെന്നൊക്കെ ഒന്ന് ആലോചിക്കട്ടെ. സോ ലെറ്റ്സ് സീ. ഓരോരോ സാധനങ്ങളായിട്ട് പുറത്തോട്ട് ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ. അതിനകത്ത് മറ്റേ ബെറീസ് എല്ലാം ഉള്ള ടൈപ്പ് ഒരു ട്രീ ആണ് മേടിച്ചേക്കണേ. ഓ, ഇതിനകത്ത് ഈ കോൺ പോലത്തെ സാധനം ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ. അപ്പം ഇനി അത് പ്രത്യേകം ഫിറ്റ് ചെയ്യണ്ട. ഞാൻ മേടിച്ചത് നമുക്ക് ട്രെയിൽ വെക്കാം. ഞാൻ ക്രിസ്മസ് ചെറുതല്ലേ. ഞാൻ ഭയങ്കര കേമത്തിൽ ഷീനിന്ന് മേടിച്ചൊരു ക്രിസ്മസ് ട്രീ സ്കേർട്ടാണ്. അത് വച്ച് വന്നപ്പോൾ അത് ഭയങ്കര ചെറുതായിരുന്നു. പിന്നെ ഞങ്ങൾ വേഗം തന്നെ ട്രീ വയ്ക്കാൻ തുടങ്ങി. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കൊല്ലം ഞങ്ങൾ ഈ വീട് മേടിച്ച കൊല്ലം ഞങ്ങളുടെ ക്രിസ്മസ് ഇവിടെയായിരുന്നു. അപ്പോൾ ഞാൻ മേടിച്ച ട്രീ ആണിത്. എനിക്കൊരു 6.5 ഫീറ്റ് ടെസ്കോയിന്ന് മേടിച്ചൊരു ട്രീ ആണ്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നല്ല ബെറീസും മറ്റേ കോൺസൊക്കെ ഉള്ള ഒരു നല്ല ട്രീ ആണ്. അത് ഫ്ലഫ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ഉള്ളിൽ വോളിയം ഫീൽ ചെയ്യാറുണ്ട്. അത് ഞങ്ങളിപ്പോൾ ഈ ഇൻസ്റ്റഗ്രാമിലും റീൽസിലൊക്കെ കാണുന്ന രീതിയിലൊന്ന് ഫ്ലഫ് ചെയ്ത് വെക്കാൻ നോക്കണെയാണ് ഈ കാണുന്നത്. അജിത്തിന് ശരിക്കും പറഞ്ഞാൽ വലിയ താല്പര്യമൊന്നുമില്ല. എൻ്റെ നിർബന്ധപ്രകാരം ഇതിൻ്റെ കൂടെ കൂടിയേക്കണെയാണ് കേട്ടോ. ഫുള്ളറായിട്ടായിരിക്കണം. ട്രീയിൽ ലൈറ്റ് ഇടുക എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു ചടങ്ങാണ്. കാരണം ഇത്ര നീളമുള്ള ലൈറ്റ് ഇട്ട് വരണ്ടേ. എന്നാലും ലൈറ്റ് ഇട്ട് അവസാനം നോക്കിക്കഴിഞ്ഞപ്പോൾ ലൈറ്റിൻ്റെ നീളം കുറവാണെന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. ലൈറ്റ് എല്ലായിടത്തും എത്തിയിട്ടില്ല എന്നാൽ. അടുത്ത കൊല്ലം ഞാനിങ്ങനെ വിചാരിക്കേണ്ടായിരുന്നു 2 ലൈറ്റ് മേടിച്ച് ചുറ്റണം എന്നുള്ള കാര്യം. കാരണം ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സ്പേസ് ഫീൽ ചെയ്യും നമ്മുടെ ട്രീയിൽ. നമ്മൾ എത്ര ഹാങ്ങിങ്സ് തൂക്കിയിട്ട് കഴിഞ്ഞാലും ലൈറ്റ് നല്ലോണം നിന്നാലാണ് കണ്ടോ ഒരു കുറച്ച് സ്പേസ് ഫീൽ ചെയ്യുന്ന കേട്ടോ. ഇതാണ് ഞങ്ങളുടെ തൂക്കണ ബോൾസ്. ഇത് കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലത്തെ തന്നെയാണ്. ഇത്ര തന്നെ ഉള്ളൂ. ഞാൻ കുറച്ചെണ്ണം പുതിയ നാട്ടൊക്കെ മേടിച്ചിട്ടുണ്ട് ഹാങ്ങിങ്സ്. അതേ പിന്നെ ഇതുണ്ടല്ലേ. ഞാൻ റെഡും ഗോൾഡനും വരുന്നു എൻ്റെ തീം കഴിഞ്ഞോണ. ഇത്തവണ ഇച്ചിരി പച്ചയും കൂടി ഉണ്ട്. അപ്പോൾ അത് ചെയ്യാം. കഴിഞ്ഞ തവണ ഇട്ട് വന്നപ്പോൾ ഈ സൈഡിലെല്ലാം ഉണ്ടായിരുന്നു, അപ്പുറത്തെ സൈഡിലധികം ഇതുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ കുറച്ച് സ്പേസ് ഇടണ്ടേ. അപ്പൊ നമ്മുടെ ഞങ്ങളുടെ പേര് എഴുതിയ ഹാങ്ങിങ്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇവിടെ ഇങ്ങനെ കാണാൻ പാകത്തിന് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഷീനിന്ന് ഞങ്ങളുടെ 3 പേരുടെയും പേര് എഴുതിയിട്ടുള്ള ഹാങ്ങിങ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നേ. അത് തൂക്കാനായിട്ടാണ് ഞാൻ അവിടെ സ്പേസ് ഇട്ടേക്കണത്. പിന്നെ ഞങ്ങൾ ഇന്നാൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്നും കുറേ സാധനങ്ങൾ മേടിച്ചു. നോർമലി ട്രീയുടെ മേളിലെല്ലാവരും സ്റ്റാർസാണ് വയ്ക്കുന്നത്. ഞാൻ ഇത്തവണ ഒരു ക്രിസ്മസ് പാപ്പയുടെ ഹെഡ് കിട്ടിയപ്പോൾ അതാണ് വെച്ചത്. അങ്ങനെ ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞ് എല്ലാ ഹാങ്ങിങ്സും തൂക്കി വന്നപ്പോൾ അത്ര കുഴപ്പം എനിക്ക് തോന്നിയില്ല. സോ ഞാൻ ഫ്രണ്ടിലത്തെ വാതിലിൽ വെക്കാനുള്ള റീത്ത് അത് ഇനി സെറ്റ് ചെയ്തേക്കാം എന്നങ്ങ് ഓർത്തു. കാരണം ഇനി രാത്രി ആയി കഴിഞ്ഞാൽ ഒരു ഇതാവില്ല. അപ്പം ഞാൻ വേഗം പോയി സെറ്റ് ചെയ്തിട്ട് വരാം. ഇവിടെ ഇപ്പോഴും ഓട്ടത്തിൻ്റെ സാധനം തന്നെ ഞാൻ വച്ചേക്കണത്. അതിനി മാറ്റണം, എന്നിട്ട് വേണം നമ്മുടെ പുതിയ സാധനം തൂക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ആക്ച്വലി നെക്സ്റ്റ് ഡേ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ, വൈകുന്നേരം. ഇതാണ് ഞാൻ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ട്രേ. ഈ പറഞ്ഞ പോലെ എനിക്ക് അത്ര നന്നായിട്ട് സെറ്റ് ചെയ്യാനൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ ഇതിനൊന്ന് ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാണിച്ചൊന്ന് വച്ച് സെറ്റ് ചെയ്യാൻ നോക്കുവാണ്. ഇപ്പൊ ഒരു വൃത്തി ഉണ്ടല്ലേ. എൻ്റെ ഇപ്പുറത്ത് ഞാൻ കുറച്ച് മറ്റേ പോട്ട്പുരീസും അതുപോലെ ഒരു ക്യാൻഡിലുണ്ട്. എൻ്റെ ഇത് ഇവിടുന്ന് ഗിഫ്റ്റ് കിട്ടിയത് ക്യാൻഡിലും ഒരു ഫോട്ടോയും. ആ സാധനം അതവിടെ തന്നെ ഇരുന്നോട്ടെ. എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് അവിടെ ഇരിക്കുന്ന സാധനമാണ്. ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് ഞങ്ങളുടെ ഹോൾവേ ആണ്. അവിടെ ഞങ്ങളുടെ മണി പ്ലാന്റ് ചുറ്റും ഒരു ലൈറ്റ് വെച്ചു. പിന്നെ ഞാൻ അവിടെ ഞാൻ മേടിച്ചൊരു റെയിൻഡിയറിൻ്റെ ഇതും വയ്ക്കുക ചെയ്തത്. പിന്നെ ലൈറ്റും കൂടെ ഇട്ട് കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനെ വന്നു കേട്ടോ. നല്ലതായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും നൈസായിട്ടുണ്ട്. എനിക്ക് കൈവരിയിലും കൂടെ എന്തെങ്കിലും
ലൈറ്റും വെക്കണം എന്നുണ്ട്. കുറച്ച് ലൈറ്റ്സ് ബാക്കി വരുവാണെങ്കിൽ അതിനെ ഇവിടെ ഫിറ്റ് ചെയ്യാനാണ് ഞാൻ ഓർക്കണത്. നോക്കാം നമുക്ക് എന്തെങ്കിലും പിന്നെ ബാക്കി ജനലിൽ വരുമോ. ഞാനും അജിത്തും കൂടെ കുറച്ച് സ്ട്രിങ് ലൈറ്റ്സും കൂടുതൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അടുത്ത സെക്ഷൻ നമ്മുടെ കിച്ചണാണ്. അവിടെ ഞാൻ ഒരു ടേബിൾ റണ്ണറും പിന്നെ നമ്മുടെ കഴിക്കാനുള്ള മാറ്റ്സും ഇട്ടു. പിന്നെ ഞാൻ അവിടെ സെറ്റ് ചെയ്ത് ഒരു ഫ്ലവർ വേസാണ് ഞാൻ ഷീനിന്ന് തന്നെ മേടിച്ചിട്ടുള്ള ഒരു റെഡ് ഫ്ലവർ കൊണ്ട് ഉണ്ടാക്കിയ ഒരു വേസാണ് ഞാൻ സെറ്റ് ചെയ്തത്. ഇനി ഇതും കൂടെ ഫ്രണ്ടിലെ ലൈറ്റിൽ തൂക്കിയിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് ഡെക്കറേഷൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ തൂക്കിയിട്ട് വരാം. ഇപ്പം ഏകദേശം ഞങ്ങൾ എല്ലാം തന്നെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ഇത്രയും ഞാൻ വിപുലീകരിച്ച് ഡെക്കറേറ്റ് ചെയ്യാറില്ല. ഇത്തവണ അവൻ കുഞ്ഞുവാവയൊക്കെ ഉണ്ടായതുകൊണ്ട് അവനും കാണാനൊരു രസം, അതുകൊണ്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് ഇത്രയും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു, ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ പറഞ്ഞല്ലോ എസ്തറ്റിക് വീഡിയോസൊക്കെ കാണുന്നവർക്ക് ഇതൊന്നും ലൈക്ക് ഒന്നുമല്ല എന്ന് തോന്നും. ബിക്കോസ് ഞാനും അങ്ങനെ വിചാരിക്കുന്നു, എനിക്ക് എത്ര എസ്തറ്റിക്കലി എന്താ പറയുക കാര്യങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാമെന്നും അറിയില്ല. ബട്ട് സ്റ്റിൽ എൻ്റെ രീതിയിൽ ഞാനത് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ചുമ്മാ അതൊന്ന് എടുത്ത് വെക്കാമെന്ന് ഓർത്തു. അവൻ്റെ ആദ്യത്തെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ അല്ലേ, അപ്പോൾ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കാമെന്ന് ഓർത്തു, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.